ഹായ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് DSPയിൽ ഒരു ടോപ്പിക്കായ ഫിൽറ്ററിംഗ് ഓഫ് ലോങ് സീക്വൻസ് മെത്തേഡ് ആണ്. ഇപ്പം നമ്മൾ അതിന് ഇൻട്രൊഡക്ഷൻ പോലെ ബേസിക്കലി ഒരു സിസ്റ്റം, ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് h of n ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് നമ്മൾ x of n കൊടുക്കുക. അപ്പം നമുക്കറിയാം ഔട്ട്പുട്ട് എന്താ y of n. ഇൻപുട്ട് സിസ്റ്റം റെസ്പോൺസ് ഓർ ഇമ്പൾസ് റെസ്പോൺസ് h of n ആൻഡ് ഔട്ട്പുട്ട് y of n. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് y of n കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? x of n ലീനിയർ കൺവല്യൂഷൻ h of n. x of n ലീനിയർ കൺവല്യൂഷൻ h of n. ഈ x of n ന്റെ വാല്യൂ ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ, അതായത് ലെങ്ത് വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ, ലെങ്ത് ഒരുപാട് കൂടുതലാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ആണെന്ത്? ലോങ് സീക്വൻസ് മെത്തേഡ്. അതായത് ഈ വലിയ x of n നെ കുഞ്ഞു കുഞ്ഞു പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കണ്ടുപിടിക്കും. അതായത് ഫിൽറ്ററിങ്. ഈ ഫിൽറ്ററിൽ കൂടെ, ഈ ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ കൂടെ നമ്മൾ ഇൻപുട്ട് കൊടുത്ത് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നു. അതൊരു ഫിൽറ്ററിംഗ് പ്രോസസ്സാണ്. അപ്പം ആ മെത്തേഡ് നമുക്ക് ഇൻപുട്ട് ലെങ്ത് വളരെ വലുതാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നാണ് ഓവർലാപ്പ് സേവ് മെത്തേഡ്, രണ്ടാമത്തത് ഓവർലാപ്പ് ആഡ് മെത്തേഡ്. ആഡ് മെത്തേഡിലെ പ്രോബ്ലം ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സേവ് മെത്തേഡിലെ പ്രോബ്ലംസ് നമുക്കിന്ന് ചെയ്യാം. അപ്പം നമ്മൾ ഓവർലാപ്പ് സേവ് മെത്തേഡ് ഒരു പ്രോബ്ലത്തിൽ കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദി ഔട്ട്പുട്ട് y of n. Find the output y of n of a filter whose impulse responses h of n equal to 1, 1, 1 and input x of n equal to 3, minus 1, 0, 1, 3, 2, 0, 1, 2, 1. അപ്പം ഇതാണ് നമ്മുടെ ഇൻപുട്ട് സീക്വൻസ്. 3, minus 1, 0, 1, 3, 2, 0, 1, 2, 1. അപ്പം ഇത്രയും വലിയൊരു സീക്വൻസിൽ നമ്മൾ ഓവർലാപ്പ് സേവ് മെത്തേഡ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ആദ്യം നിങ്ങൾ തന്നിരിക്കുന്ന ഇൻപുട്ട് സീക്വൻസിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. ഇൻപുട്ട് സീക്വൻസിൻ്റെ ലെങ്ത് LI എത്രയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പം 10 ആണ് ഇൻപുട്ട് സീക്വൻസ് ലെങ്ത്. ഇനി h of n ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ലെങ്ത് ഞാൻ m ആയിട്ട് അസ്യൂം ചെയ്യാം. m is the length of impulse response sequence, that is 3, 1, 2, 3. Take L such that L should be greater than or equal to m. നമ്മൾ L എന്നുള്ള ഒരു പുതിയ വാല്യൂ എടുക്കുക. കണ്ടീഷൻ എന്താണ്? ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m. നിങ്ങൾ പ്രോബ്ലത്തിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലും എമ്മും സെയിം ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ എല്ലിൻ്റെ വാല്യൂ എത്ര തന്നെ കിട്ടും? 3 തന്നെ കിട്ടും. ദെൻ നമ്മൾ പുതിയ ഒരു ടേം ഡിഫൈൻ ചെയ്യാണ് n ഈക്വൽ ടു, കണ്ടീഷൻ ഇതാണ്, L പ്ലസ് m മൈനസ് 1. എല്ലിൻ്റെ വാല്യൂ നമുക്കറിയാം, എമ്മിൻ്റെ വാല്യൂ അറിയാം. അതിൽ നിന്ന് ഒന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് n. ദാറ്റ് ഇസ് 3 പ്ലസ് 3 മൈനസ് 1 ഈക്വൽ ടു 5. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് ആണ് എമ്മും എന്നും. ഈ എമ്മും എന്നും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 1. ഓക്കെ ആണോ? ഇനി സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത്രയും ഓക്കെയാണ്. ഇനി ഓവർലാപ്പ് സേവ് മെത്തേഡിൽ നമ്മൾ ഈ ഇൻപുട്ട് സീക്വൻസിനെ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഫസ്റ്റ് ഞാൻ ഒരു കുഞ്ഞു സീക്വൻസ് ആക്കാൻ പോവാം. എക്സിൻ്റെ ഒരു കുഞ്ഞു സീക്വൻസ് x1 of n. ആ x1 of n എങ്ങനെയായിരിക്കും? യു ഹാവ് ടു പ്ലേസ് m minus 1 zeros at the beginning. അപ്പം എന്താണ്? m minus 1 zeros at beginning. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം എമ്മിൻ്റെ വാല്യൂ എത്ര? 3 ആണ്. അപ്പം 3 minus 1 എത്രയാണ്? 2 zeros ആദ്യം കൊടുക്കുക. 2 zeros ഞാൻ കൊടുത്തു ഈ സീക്വൻസിൽ.
ഇനി ഈ കുഞ്ഞു സീക്വൻസിന്റെ ബ്ലോക്ക് സൈസ് ആണ് ഈ n എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ n എന്താണ്? ബ്ലോക്ക് സൈസ് ഓഫ് ഈച്ച് സീക്വൻസ്. അപ്പൊ n എന്ന് പറഞ്ഞാൽ നമ്മൾ 5 ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 2a ആയിട്ടുള്ളൂ. ഇനി 5 ആവാൻ എത്ര എലമെന്റ്സ് വേണം? 3 എലമെന്റ്സ് വേണം. ആ 3 എലമെന്റ്സ് നമ്മൾ എവിടെ നിന്ന് എടുക്കും? നമ്മുടെ ഇൻപുട്ടിലേക്ക് പോവാ. ഫസ്റ്റ് 3 എലമെന്റ്സ്. ഓക്കെ, അപ്പൊ ഈ 3 എലമെന്റ്സ് ഞാൻ ഇങ്ങ് എടുത്തു. അപ്പൊ 3 -1 0. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് സീക്വൻസ് 5 എലമെന്റ്സ് ബ്ലോക്ക് സൈസ് ഉള്ള ഒരു സീക്വൻസ് ആയി. ഇനി ഞാൻ x2 of n കാണുമോ? സെയിം പ്രൊസീജിയർ. സെയിം പ്രൊസീജിയർ മീൻസ് 5 എലമെന്റ്സ് ഉള്ള ഒരു സീക്വൻസ് എനിക്ക് ഉണ്ടാക്കണം. കണ്ടീഷൻ ഇതാണ്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്തേ? m-1 സീറോസ് ബിഗിനിങ്ങിൽ കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നേ? m-1 ഡേറ്റ പോയിന്റ്സ് അറ്റ് ദി പ്രീവിയസ് സീക്വൻസ്, അതായത് m-1 ഡേറ്റ പോയിന്റ്സ് ഫ്രം ദ പ്രീവിയസ് സീക്വൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കുക ലാസ്റ്റിൽ നിന്ന്. അതായത് ഈ ഇപ്പോൾ എഴുതിയ സീക്വൻസിന്റെ അവസാനത്തെ m-1 പോയിന്റ്സ് എടുക്കുക. അവസാനത്തെ m-1 എന്ന് പറഞ്ഞാൽ 3 - 1 2 പോയിന്റ്സ്, അതായത് ഇത് രണ്ട്. ഇത് ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അപ്പൊ എന്ത് വരും? -1 0. അപ്പൊ നിങ്ങളുടെ x2 of n എത്ര എലമെന്റ് ആയി? 2 എലമെന്റ് ആയി. ഇനി എത്ര എലമെന്റ് വേണം 5 ആകാൻ? 3 എലമെന്റ് വേണം. ആ 3 എലമെന്റ് നിങ്ങൾ ബാക്കി എടുത്തു നിർത്തിയതിന്റെ ബാക്കി. ഇത് ഓൾറെഡി നമ്മൾ എടുത്തതാണ്. പിന്നെ അടുത്ത എലമെന്റ് 1 3 2. ഈ 3 എലമെന്റ് എടുക്കുക. 1 3 2. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ സെക്കൻഡ് സീക്വൻസ് ആയി x2 of n = -1 0 1 3 2. ഇനി നമുക്ക് x3 of n വേണം. ഇനി പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ആദ്യത്തിനകത്ത് മാത്രം തുടക്കത്തിൽ എത്ര സീറോസ് m-1 സീറോസ് ആഡ് ചെയ്യുക, ബാക്കി ഡേറ്റ പോയിന്റ്സ് എടുക്കുക. ഇവിടെ ആണെങ്കിൽ പ്രീവിയസ് സീക്വൻസ് ഇത് ലാസ്റ്റിലുള്ള m-1 പോയിന്റ്സ് എടുക്കുക, പിന്നെ ഡേറ്റ പോയിന്റ്സ് ആഡ് ചെയ്യുക. ഇനി വീണ്ടും ഇവിടെ നിന്നുള്ള പ്രീവിയസ് m-1 പോയിന്റ്സ്, നമ്മുടെ m3 ആയതുകൊണ്ടാണ് 2 പോയിന്റ്സ് എടുക്കുന്നത്. അപ്പൊ ഈ 2 പോയിന്റ്സ് ഇങ്ങോട്ട് എടുക്കുക. 3 2. ഇനി എത്ര ഡേറ്റ പോയിന്റ്സ് വേണം? 3 ഡേറ്റ പോയിന്റ്സ്. അത് എവിടെ നിന്ന് എടുക്കും? എവിടെയാണോ നമ്മൾ നിർത്തിയത് അവിടെ നിന്ന് അടുത്ത 3 ഡേറ്റ പോയിന്റ്സ്. അപ്പൊ എന്ത് വരും? 0 1 2. ഓക്കെ ആണല്ലോ? നമ്മൾ ഡേറ്റ സീക്വൻസ് തീരുന്നവരെ ഇത് എഴുതണം. ഇനി x4 of n എന്ത് വരും? x4 of n എന്ത് വരും? ഇതിന്റെ ലാസ്റ്റ് 2 പോയിന്റ്സ് അല്ലേ? m-1 ഡേറ്റ പോയിന്റ്സ് അറ്റ് ദ ലാസ്റ്റ് ഫ്രം ദി പ്രീവിയസ് സീക്വൻസ്. ഇനി എത്ര എണ്ണം വേണം? 3 എണ്ണം വേണം. അപ്പൊ നമ്മൾ ഇൻപുട്ടിലേക്ക് പോയി അയ്യോ ഇനി ഇവിടുന്ന് ഒരാളെ ഉള്ളൂ വരാൻ. ആ ഒരാളെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഇനി 5 ആവാൻ എത്ര വാല്യൂസ് വേണം? 2 വാല്യൂസ് വേണം. 3 ആയോളൂ അല്ലേ? നമ്മുടെ ഡേറ്റ ഇൻപുട്ട് ഡേറ്റ തീർന്നു പോയി. അപ്പൊ നമ്മൾ എത്ര ചെയ്യണം? 2 സീറോസ് അങ്ങ് ഇട്ട് കൊടുക്കുക. എത്രയാണോ കംപ്ലീറ്റ് ആവാൻ 5 ആവാൻ വേണ്ടത് അത്രയും സീറോസ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി എന്താ? ഇതാണ് ഓവർലാപ്പ് സേവ് മെത്തേഡ്. അപ്പോൾ ഓവർലാപ്പ് ആഡ് മെത്തേഡും ഓവർലാപ്പ് സേവ് മെത്തേഡിലും ഈ ഇൻപുട്ട് എടുക്കുന്നത് ഡിഫറെൻ്റ് ആണ്. രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവരുത്. വീഡിയോസ് നന്നായിട്ട് വാച്ച് ചെയ്യുക. അടുത്ത എന്താ? നമുക്ക് h of n തന്നിട്ടുണ്ട്. എത്രയാണ്? 1 1 1. അപ്പം ഇത് 3 ലെങ്ത് ആണ് ഈ സീക്വൻസിൻ്റെ അല്ലേ? അപ്പം അതും ഈ ബ്ലോക്ക് സൈസിലേക്ക് ആക്കുക. അപ്പം h of n എത്ര ആക്കുക? 5 ആക്കുക. അപ്പം എത്ര സീറോസ് ഇട്ട് കൊടുക്കുക? 2 സീറോസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ ചെയ്യാൻ പോണത് ഈ ഓരോ x1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈസ് കണ്ടുപിടിക്കുക. y1 of n = x1 of n സർക്കുലർ കൺവല്യൂഷൻ h of n. ഈ സർക്കുലർ കൺവല്യൂഷനും അതിൻ്റെ നമ്മൾ ഇവിടെ എന്തിനാ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം. അപ്പോൾ നമ്മളിപ്പം തൽക്കാലം സർക്കുലർ കൺവല്യൂഷൻ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഫസ്റ്റ് സീക്വൻസ് എന്താ? 0 0 3 -1 0. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സീക്വൻസ്. സെക്കൻഡ് സീക്വൻസ് h of n അതുപോലെ എഴുതുക. 1 1 1 0 0. അപ്പോൾ സർക്കുലർ കൺവല്യൂഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഓരോ എലമെൻസിനെയും ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. ഈ 0യെ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ ഈ എലമെൻറ്റ്സ് കറസ്പോണ്ടിങ് എന്ത് വരും? താഴോട്ട് വരും അല്ലേ? 0 0 3 മൈനസ്. ഈ -1 മുകളിൽ വരുമ്പോഴത്തേക്കും ഇത് കറസ്പോണ്ടിങ് 0 0 0. ഈ 3 മുകളിൽ വരുമ്പോഴത്തേക്കും 3 -1 0 0 0. വീണ്ടും ഈ 0 മുകളിൽ പോകുമ്പോഴത്തേക്കും 0 3 -1 0 0. അപ്പം ഇതാണ് നമ്മുടെ
ഫസ്റ്റ് ഇപ്പം നമ്മൾ എത്ര എലമെന്റ്സ് ആണോ ഇൻപുട്ടിലുള്ളത് x1 ഓഫ് എന്നിൽ 5 എലമെന്റ്സ് അല്ലേ ഉള്ളത്, അപ്പോൾ 5 കോളംസ് ഉണ്ടായിരിക്കും നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത്. ഇനി റൊട്ടേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സെയിം സീക്വൻസ് തന്നെ കിട്ടും. അപ്പോൾ അത് വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട, 5 ഇൻപുട്ട് ഉണ്ടെങ്കിൽ 5 പ്രാവശ്യം നിങ്ങൾക്ക് എന്താ 5 കോളംസ് ഇങ്ങനെ ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി ഇതിനെ നിങ്ങൾക്ക് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ റോസും കോളംസും എടുത്തിട്ട് ഓരോ ടേംസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് നമുക്ക് ആൻസർ എത്ര കിട്ടും? y1 ഓഫ് n എന്ന് പറഞ്ഞാൽ -1 0 3 2 2 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ y1 ഓഫ് n. ഇനി ഇനി നമുക്ക് y2 ഓഫ് n കണ്ടുപിടിക്കാം. y2 ഓഫ് n കാണാൻ എന്ത് ചെയ്യുക? സെക്കൻഡ് സീക്വൻസ് എടുക്കാം. സെക്കൻഡ് സീക്വൻസ് എന്താണ്? -1 0 1 3 2. -1 0 1 3 2 ഇതല്ലേ നമ്മുടെ സെക്കൻഡ് സീക്വൻസ്. നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള സെക്കൻഡ് സീക്വൻസ് ആണ് -1 0 1 3 2. ഇതിനെ സെക്കൻഡ് h ഓഫ് n എന്ന് പറഞ്ഞാൽ എന്താ? y2 ഓഫ് n is equal to x2 ഓഫ് n സർക്കുലർ കൺവല്യൂഷൻ h ഓഫ് n. അപ്പോൾ x2 ഓഫ് n എഴുതി, h ഓഫ് n എന്താ? 1 1 1 0 0. ഇത് കണ്ടുപിടിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യണം. 2 മുകളിൽ പോകും, 2 -1 0 1 3 3 മുകളിൽ പോകുമ്പോൾ 3 2 -1 0 1 1 3 2 -1 0 0 1 3 2 -1. അപ്പം നോക്കി 5 എലമെന്റ്സിന് 5 കോളംസ് ആയി. അപ്പം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. -1 × 1 + 2 × 1 + 3 × 1. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് വാല്യൂ 4 1 0 4 6. ഓക്കെ അല്ലേ? ഇനി ഇതുപോലെ നമ്മൾ y3 ഓഫ് n കണ്ടുപിടിക്കും. y3 ഓഫ് n ഈക്വൽ ടു x3 ഓഫ് n സർക്കുലർ കൺവല്യൂഷൻ h ഓഫ് n. x3 ഓഫ് n എന്താണ്? x3 ഓഫ് n നമ്മൾ എഴുതിയിട്ടുണ്ട് 3 2 0 1 2. 3 2 0 1 2. h ഓഫ് n സെയിം തന്നെ 1 1 1 0 0. വീണ്ടും ഇത് റൊട്ടേറ്റ് ചെയ്യിക്കുക. അപ്പോൾ എന്ത് വരും? 2 മുകളിൽ പോകുമ്പോൾ 2 3 2 0 1 1 2 3 2 0 0 1 2 3 2 2 0 1 2 3. ഓക്കെ, ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 3 × 1 + 2 × 1 + 1 × 1 ഫസ്റ്റ് വാല്യൂ കിട്ടും. 2 അങ്ങനെ ഓരോന്ന് വാല്യൂ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 6 7 5 3 3. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഒരു എലമെന്റ് കൂടെ കണ്ടുപിടിക്കാനുണ്ട്. y4 ഓഫ് n. y4 ഓഫ് n ഈക്വൽ ടു x4 ഓഫ് n സർക്കുലർ കൺവല്യൂഷൻ h ഓഫ് n. x4 ഓഫ് n എന്ന് പറഞ്ഞാൽ x4 സീക്വൻസ് എന്തുവായിരുന്നു? 1 2 1 0 1 2 1 0 0 into 1 1 1 0 h ഓഫ് n. ഇത് റൊട്ടേറ്റ് ചെയ്യിക്കുക. 0 1 2 1 0 0 0 1 2 1 1 0 0 1 2 2 1 0 0. ഓക്കെ അല്ലേ? നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 2 1 0 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 1 3 4 3. നമ്മുടെ വാല്യൂസ് എന്തൊക്കെയാ? ഇവിടെ നമുക്ക് y1 കിട്ടി, y2 കിട്ടി, y3 കിട്ടി, y4 കിട്ടി.
ഇനി ഞാൻ ആ സീക്വൻസ് എല്ലാം ഒന്ന് ഒരുമിച്ച് എഴുതുകയാണ്. നമുക്ക് കിട്ടിയ y1 of n എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സ് വാല്യൂസ് y1 of n കിട്ടിയത് -1 0 3 2 2 ഫസ്റ്റ് വാല്യൂ, y2 of n equal to 4 1 0 4 6, y3 of n equal to 6 7 5 3 3, and y4 of n equal to 1 3 4 3 1. ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂസ്. ഇൻ ഓവർലാപ്പ് സേവ് മെത്തേഡ്, ഈ സേവ് മെത്തേഡിലാണെങ്കിൽ ഈ സേവ് മെത്തേഡ് യു ഹാവ് ടു ഡിസ്കവർ m-1 പോയിന്റ്സ് ഇൻ ദ ബിഗിനിങ് ഓഫ് ഈച്ച് സീക്വൻസ്. എന്താണ് ബിഗിനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? m-1 പോയിന്റ്സ് അങ്ങ് ഡിസ്കാർഡ് ചെയ്തിട്ട് എല്ലാ സീക്വൻസോട് ഒരുമിച്ച് എഴുതുന്നതായിരിക്കും ആൻസർ. അപ്പൊ നമ്മുടെ m എത്രയാണ്? 3. അപ്പൊ 3 - 1 പോയിന്റ്സ്, അതായത് ഫസ്റ്റ് 2 പോയിന്റ്സ് ബിഗിനിങ്ങിൽ m-1 പോയിന്റ്സ്, ഈ സീക്വൻസിൽ m-1 പോയിന്റ്സ്, m-1 പോയിന്റ്സ്, m-1 പോയിന്റ്സ് ഡിസ്കാർഡ് ചെയ്യാം. ബാക്കി എന്തുണ്ട്? അത് ഓർഡറിലങ്ങ് എഴുതുക. y of n equal to ഫസ്റ്റ് സീക്വൻസിൽ ഡിസ്കാർഡ് ചെയ്തിട്ട് ബാക്കി എന്താ ഉള്ളത്? 3 2 2. അടുത്ത സെക്കൻഡ് സീക്വൻസിൽ ഡിസ്കാർഡ് ചെയ്തിട്ട് ബാക്കി എന്താ ഉള്ളത്? 0 4 6. തേർഡ് സീക്വൻസിൽ ഡിസ്കാർഡ് ചെയ്തിട്ട് ബാക്കി എന്താ ഉള്ളത്? 5 3 3. ഫോർത്ത് സീക്വൻസിൽ ഡിസ്കാർഡ് ചെയ്തിട്ട് ബാക്കി എന്താ ഉള്ളത്? 4 3 1. സോ ദിസ് വിൽ ബി യുവർ ആൻസർ. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ഇൻപുട്ട് സീക്വൻസിലെ ലെങ്ത് എത്രയായിരുന്നു? ലെങ്ത് ഓഫ് ഇൻപുട്ട് സീക്വൻസ് എത്രയായിരുന്നു? 10 ആണ് അല്ലേ? പിന്നെ h of n ലെങ്ത് എത്രയായിരുന്നു? 3 ആണ്. അപ്പൊ കൺവല്യൂഷന്റെ കൺവോൾവ് ചെയ്യുമ്പം നമുക്ക് രണ്ട് സീക്വൻസ് ഉണ്ട്. ഫസ്റ്റിന്റെ ലെങ്ത് 10 ആണ്, സെക്കൻഡിലെ ലെങ്ത് 3 ആണ് എന്നുണ്ടെങ്കിൽ y of n ലീനിയർ കൺവോൾവ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? അതിന്റെ ലെങ്ത് L1 plus L2 minus 1, that is 10 plus 3 minus 1, 13 minus 1 12. അപ്പോൾ ഈ 12 എലമെന്റ്സ് y of n ന്റെ ലെങ്ത് ആണ്, ലെങ്ത് ഓഫ് y of n. അപ്പോൾ അത്ര ഉണ്ടോ നോക്കിയേ? 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ ഇത്രയാണ് ഓവർലാപ്പ് സേവ് മെത്തേഡ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഓവർലാപ്പ് സേവ് മെത്തേഡും ഓവർലാപ്പ് ആഡ് മെത്തേഡും കൂടെ അപ്ലൈ ചെയ്ത് ഒരു സിംഗിൾ പ്രോബ്ലം കൂടെ ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ ഫ്രണ്ട്സ്, സീ യു.